എന്താ വാപ്പ കാട്ടണ നിങ്ങള്? കൊണ്ടുവന്നെ ഇതെന്താ ഇത്? ബ്രെഡും ഓംലേറ്റും വലിയ വലിയ ആൾക്കാർ കഴിക്കണല്ലേ? ഈ മുട്ട കരിഞ്ഞിരിക്കുന്നേ കരിഞ്ഞുണ്ടോ? കരിഞ്ഞിട്ട് അങ്ങനെ വഴിയില്ലല്ലോ. ഇത് തിന്നോക്ക്. ഇതെനിക്ക് ഇഷ്ടമല്ലോ വാപ്പച്ചി. ഫ്രിഡ്ജിൽ ദോശമാവ് ഉണ്ടായിരുന്നല്ലോ, ദോശ ഉണ്ടാക്കായിരുന്നല്ലോ. മോനെ എനിക്ക് ഉണ്ടാക്കാറിയല്ലോ. പുട്ടുണ്ടാക്കായിരുന്നല്ലോ. തന്നെ ഇവിടെ ഹോട്ടൽ പണിക്ക് നിർത്തിയേക്കാണ്. ഞാൻ 100 കൂട്ടം പണിയുണ്ട് ഇവിടെ. ഞാൻ എന്തൊക്കെ ചെയ്തു കൂട്ടണോ? ഇജ്ജുള്ളത് തിന്നിട്ട് എനിക്ക് പൊന്നാര മോനെ ജി. വാപ്പച്ചി ഇത് കരിഞ്ഞിരിക്കുന്നത് ഞാൻ കഴിക്കൂല. ശരിയാണ്, ഇത് കഴിക്കണ്ട. ഇത് കഴിക്കണ്ട. ഞാൻ വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ നോക്കട്ടെ. എന്നാല് ഇന്ന് ഇരിക്ക് 10 മിനിറ്റ് ഇരിക്കും ഇവിടെ. കയ്യൊക്കെ കഴിയാ. പായസം ഉപ്പുമാവൻ എന്താ കുഴപ്പം? കുഴപ്പമില്ല, കഴിക്കും. അമ്മ ഉണ്ടാക്കണ ഉപ്പുമാവിന്റെ അതേ ടേസ്റ്റ് ആണ്. കഴിച്ചു നോക്ക്. ഒരു ഇത്തിരി നീണ്ടുപോയിന്നല്ലേ ഉള്ളൂ. കുഴപ്പമില്ല, കഴിച്ചോട്ടാ. അച്ചോട്ടി കഴിച്ചോ. ഇതേ ഒരു ലേശം വെള്ളേറി. അപ്പൊ ഈ ഉപ്പുമാവിന് ഈ റവ എത്ര എടുക്കണ്ട്, വെള്ളം എത്ര എടുക്കണ്ട്, അതൊന്നും പറഞ്ഞില്ല നീ പോങ്ങേ. ഞാനത് കൃത്യമായിട്ട് ചെയ്താ വരിക. ഒരു കുടം വെള്ളം അതിൽ കോരി ഒഴിച്ച് അത് പിന്നെ പറ്റണ്ടേ. അപ്പൊ റവ നോക്കിട്ടല്ലേ വെള്ളം പാരേണ്ടത്. ഇവൻ ആദ്യം വെള്ളം ഒഴിക്കി പറഞ്ഞു. ഞാൻ വെള്ളം കൊണ്ട് ഒഴിച്ചു. ഞാൻ ഒരു ഓംലേറ്റും ബ്രെഡും ഉണ്ടാക്കിയാണ്. ഓംലേറ്റ് കരിഞ്ഞ് തകട് കൂടിയായി. അപ്പൊ ഒരു ഓംലേറ്റ് ഉണ്ടാക്കാറില്ല. ഇത് പിജ്ജ് കാട്ടി എന്താണ്? എന്നെ കുറ്റം പറഞ്ഞാണ്. അതെ, ഇതിപ്പോ ഒരു കാര്യം ചെയ്തോ. ഇതിപ്പോ ചെയ്യാവുന്ന ഒരു പണി എന്താ വെച്ചാൽ ഇത്തിരി പഞ്ചസാര ഇടുക. അങ്ങനെ കുറുക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ നോമ്പിന് തരിക്കഞ്ഞി ഉണ്ടാക്കൂലേ? കറക്റ്റ് സാധനം. തരിക്കഞ്ഞി മതി ഞങ്ങക്ക്. തരിക്കഞ്ഞി നിനക്ക് തരട്ടോ? തരിക്കഞ്ഞി വണ്ടി പോയിട്ടോ. മക്കളെ കഴിക്കും. മക്കളെ നല്ലതാടാ. കഴിക്കും. ദോശയൊക്കെ പണിയട്ടെ. എടാ പുറത്ത് മേടിച്ചോണ്ടോ നേരം വേണ്ട കുട്ടികളെ. എന്തൊരു ഞാൻ വേണേ വണ്ടിക്ക് എന്തെങ്കിലും മേടിച്ചോണ്ടരാ. സമയല്ലട 9 വിറ്റിനെ കൊണ്ടോണ്ട് ഇതൊരു കാര്യം ചെയ്യോ? ഓട്ടോറിക്ഷ ഈ കാര്യം ചെയ്യും. എന്റെ വണ്ടിമ്മ പിറ്റേന്ന് ഒന്ന് സ്കൂളിൽ കൊണ്ടാക്കി ഇവനെ ഇറക്കിയിട്ട് ഇവരുടെ സ്കൂളിന്റെ അവിടേക്ക് ഇവനെ ഇറക്കിയിട്ട് അങ്ങനെ പോയിക്കോ. പോണ വഴിക്കും വല്ല നേന്ത്രപ്പഴോ എന്തെങ്കിലും ബിസ്ക്കറ്റ് എന്തെങ്കിലും ഒന്ന് മേടിച്ചു കൊടുക്കും. ഒന്നും കഴിച്ചിട്ടില്ലേ? റെഡിയാക്കണോ? ഒക്കെ എടുത്തിട്ടുണ്ടോ? ആ ബാഗും സാധനങ്ങളും ഒക്കെ എടുത്തിട്ട് വരി. പായസം ഉണ്ടാക്കിക്കൊണ്ട് വന്നു. ഇതവസ്ഥ ഇവിടെ ഇതവസ്ഥ. സാധനങ്ങൾക്കാണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കണത്. പുസ്തകത്തൊക്കെ എടുത്തില്ലേ? പേനൊക്കെ എടുത്താ? ടാഗ് ഒന്നും വേണ്ട. എന്തിനാ ടാഗ്? അല്ല ഇവിടെ കയറ്റിടാ. ഇവിടെ കയറ്റി അവളെ മുമ്പിലെത്തിക്കോ. 3 പേരെ 3 സ്കൂളിലാക്കണ്ടത്. നടക്കുപിടി വൈകിട്ട് പോണേ. വീട്ടിലെ പെണ്ണുങ്ങളെ സമ്മതിക്കണോട്ടാ. പറയാണ്ടാ. ഇപ്പൊ കൂട്ടുള്ള സ്കൂൾക്ക് വിട്ടിട്ടുള്ളോ? അതാ കഴിഞ്ഞിട്ടുള്ളോ. ഇനി പണി കിടക്കുക. ഇനി ബാക്കി എന്തൊരു കഷ്ടം കിട്ടുപോയി. എങ്ങനെ പറ്റതൊക്കെ ചെയ്യണ പോലെ സമ്മതിക്കണം. ഇനിയേ ഇത്തിരി മാന്യതയായിട്ട് അവരോട് പെരുമാറിക്കോട്ടോ. എന്താ സംശയം? ഞാനില്ല, ഞാൻ നിർത്തി. ഞാൻ ഇനി ഒരക്ഷരം അവൾക്കെതിരെ പറയില്ല. ചൊറിയണ്ട മല്ലി പൈസ കൊടുക്ക്. 100 ഏട്ടാ. ശരിയാണേ. ഇത് പാട്ട് ഇത് എടുത്തു.
എന്തമ്മ എന്താ എത്ര വൈകിയത്? അത് ഡിസ്ചാർജ് പണ വേണമാ. രാവിലെ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞല്ലേ? ഏട്ടാ രാവിലെ ഡിസ്ചാർജ് ആവുമെന്ന് പറഞ്ഞു, പക്ഷെ ഡോക്ടർ വന്നപ്പോൾ 11 മണിയായി. പിന്നെ ഞങ്ങൾ ബില്ല് കിട്ടാൻ വേണ്ടി ഇത്ര നേരം വെയിറ്റ് ചെയ്തു. അല്ല നിന്നെ വിളിച്ചിടും കിട്ടിയില്ലാന്ന്. എൻ്റെ ഫോൺ ഞാൻ ചാർജർ എടുത്തില്ലായിരുന്നു ഏട്ടാ. അതല്ല ഞാൻ சொல்றது, എനിക്കൊരു ഫോൺ വാങ്ങി തരാൻ. എന്താ പറഞ്ഞു ഡോക്ടറമ്മ? ഒരു ദിവസം കൂടെ കിടക്കാൻ പറഞ്ഞ്. പിന്നെ ഇവിടുത്തെ കാര്യം ആലോചിച്ചപ്പോ ഞാൻ ആ പേര് വിട്ട് ഇങ്ങോട്ട് വരണോന്ന് പറഞ്ഞു നിർബന്ധിപ്പിച്ചത്. നിങ്ങളെ രണ്ടാളെയും ഞാൻ നമിച്ചു. എന്താ വലിയ കഷ്ടപ്പാടായിരുന്നു രാവിലെ രണ്ടെണ്ണത്തിന് മെരുക്കി പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങൾ വിളിക്കുമ്പോൾ അങ്ങോട്ട് ഓടും, കുളിക്കാൻ പറഞ്ഞാൽ കുളിക്കില്ല, പല്ലേക്കാൻ പറഞ്ഞാൽ പല്ല് കഴിക്കില്ല. എങ്ങനെയൊക്കെയോ ഒരു കണക്കിനാണ് ഞാൻ ഒരിക്കൽ പറഞ്ഞയച്ചത്. മനസ്സിലായ ഒരു വീട്ടിലെ കാര്യം എന്താണെന്ന്. ഒരു ചായ കൊണ്ടുവരാൻ താമസിച്ച നിങ്ങൾക്ക് അവിടെ എന്തോന്ന് പണി എന്ന് ചോദിച്ചാൽ നീ ചോദിക്കത്തില്ലേ? മനസ്സിലായ ഇവിടെ ഇങ്ങനെയൊക്കെ പാടുപെട്ടാ ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്. ഏട്ടാ കഴിക്കാൻ എന്തെങ്കിലും ഇരിപ്പുണ്ടോ? അമ്മയ്ക്ക് മരുന്ന് കഴിക്കാണ്ടായിരുന്നു. കഴിക്കാൻ ഉപ്പുമാവ് ഇരിക്കുന്നുണ്ട്. അത് അമ്മയ്ക്ക് പനി ആയതുകൊണ്ട് ചിലപ്പോൾ പറ്റുമായിരിക്കും. சட்னி இருக்குதா உப்புமாவுக்கு? இந்த உப்புமாவுக்கு சட்னி தேவையில்லை. அதுல கேரட் பீன்ஸ் எல்லாம் இருக்குல்ல.